ഗ്രീൻ ആൻഡ് ഗ്രേവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സ്ട്രോബെറി വെച്ചിട്ടുള്ള ഒരു ലസ്സി ഉണ്ടാക്കാം. അതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി. അതായത് കുറച്ച് നല്ല കട്ടിയുള്ള തൈരും കുറച്ച് സ്ട്രോബെറിയും പിന്നെ നമുക്ക് തണുപ്പിന് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും മാത്രം മതി. മധുരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും പഞ്ചസാരയൊക്കെ കുറയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ടില്ല. അതിന് പകരം ഒരു 2 ടേബിൾ സ്പൂൺ ഹണിയാണ് ചേർത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ എല്ലാവരും നല്ല ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയതുകൊണ്ട് മധുരമൊക്കെ കഴിവതും എല്ലാവരും അവോയ്ഡ് ചെയ്യുവാണല്ലോ. അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള 2 കപ്പ് തൈരും നന്നായിട്ട് പഴുത്ത ഒരു 15 സ്ട്രോബെറിയും പിന്നെ 2 ടേബിൾ സ്പൂൺ തേനും കുറച്ച് ഐസ് ക്യൂബ്സുമാണ് ഈ ലസ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ലസ്സി ഉണ്ടാക്കാം. അതിനായിട്ട് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. സ്ട്രോബെറി നമ്മൾ ലസ്സി ഉണ്ടാക്കുമ്പം കഴിവതും നല്ലപോലെ പഴുത്ത സ്ട്രോബെറി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് നല്ല പുളിയായിരിക്കും. അതിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിൻ്റെ കൂടെ വെള്ളമൊന്നും ചേർക്കണ്ട. ഈ സ്ട്രോബെറിയും ഐസ് ക്യൂബ്സും മാത്രം മതി. കണ്ട നല്ല സ്മൂത്തായിട്ട് അത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തൈരും കൂടി ചേർത്ത് കൊടുക്കുക. തൈരും അതേ അധികം പുളിയൊന്നും ഉള്ളതാവരുത്. ആ തൈരും ചേർത്തിട്ട് നമുക്കിനിയിപ്പം എത്ര ഗ്ലാസ് വേണം അതനുസരിച്ചിട്ട് നമുക്ക് ആ തൈര് ചേർത്ത് കൊടുക്കാം. ആ തൈരും ചേർത്ത് അതിൻ്റെ കൂടെ മധുരത്തിന് നമ്മൾ എന്താണ്, ഇനിയിപ്പം നിങ്ങൾ പഞ്ചസാരയാണ് ഇടുന്നതെങ്കിൽ അതിടുക. ഇനിയിപ്പം ഹണിയാണെങ്കിൽ അത് ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ വീണ്ടും ഒന്നും കൂടി അത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ തേനുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ ചേർക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമുക്കത് ഒന്നും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം, നല്ല സ്മൂത്ത് ആവുന്നത് വരെ. നോക്കിയാൽ നല്ല തിക്കായിട്ടുള്ള ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഹണി ചേർക്കുമ്പം അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചൂട് കാലത്ത് ഉച്ചയ്ക്കൊക്കെ ഒരു ഗ്ലാസ് ഇതേപോലെയുള്ള ലസ്സി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് ഫുള്ളാവുകയും ചെയ്യും, ബോഡിയും അതേ നല്ല കൂളാവുകയും ചെയ്യും. പിന്നെ ഈ സ്ട്രോബെറി ഒന്നും നമുക്ക് എപ്പോഴും ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. എങ്കിലും ഈ സ്ട്രോബെറി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സ്ട്രോബെറി ലസ്സി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാനത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രോബെറി ചെറുതായിട്ട് ചെറിയ പീസസ് ആയിട്ട് നുറുക്കിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രോബെറി ഒന്ന് നേരെ നടുവേ മുറിച്ചിട്ട് അതിൽ ഗ്ലാസിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെറുതെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഗ്രീൻ ആൻഡ് ഗ്രേവി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ.